ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് ആശംസ അറിയിച്ച് ശശി തരൂർ. റഹീം MP നേരിട്ടെത്തിയാണ് ശശി തരൂരിനെ ക്ഷണിച്ചത്. ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവ് എന്ന നിലയിലാണ് ശശി തരൂരിനെ സ്വീകരിക്കാനായി എത്തിയത്. എന്തൊക്കെയാണ് തരൂർ പറഞ്ഞത്? അജിംഷാദ്, തീർച്ചയായും അല്പസമയം മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം MP ദില്ലിയിൽ ശശി തരൂരിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തെ ഇത്തരത്തിലുള്ളൊരു സ്റ്റാർട്ടപ്പിലേക്ക് ക്ഷണിച്ചത്. മാർച്ച് 1-2 തീയതികളിലാണ് കേരളത്തിൽ വെച്ച് ഇത്തരത്തിലൊരു സ്റ്റാർട്ടപ്പ് സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഈ സ്റ്റാർട്ടപ്പ് സംഘടിപ്പിക്കുന്നത്. ഇതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ റഹീം MP അല്പസമയം മുമ്പ് എത്തിയത്. എന്തായാലും ഈ വിവാദങ്ങൾക്കിടെ ഇത്തരത്തിലുള്ളൊരു ക്ഷണം വലിയ ചർച്ചാ വിഷയമായിരിക്കും. എന്തായാലും വികസന കാര്യത്തിൽ ശശി തരൂരിൻ്റെ നിലപാട് ഏറെ സ്വാഗതാർഹമാണെന്നും ഇത്തരത്തിലുള്ള നിലപാടുകളെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ റഹീം MP അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്ഷണത്തിന് ശേഷം നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ വികസന നിലപാടിൽ ശശി തരൂരിൻ്റെ നിലപാട് നേരത്തെയുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതായും തന്നോട് വ്യക്തമാക്കി എന്നൊരു കാര്യം കൂടി ഇപ്പോൾ റഹീം MP അല്പസമയം മുമ്പ് നമ്മോട് പ്രതികരിച്ചു. എന്തായാലും സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന ഒരു കാര്യം കൂടി ശശി തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൽ വളരെ നന്ദിയുണ്ടെന്നും അതോടൊപ്പം ഡിവൈഎഫ്ഐനും സംസ്ഥാന സർക്കാരിനെയും അഭിനന്ദിക്കുന്നു എന്ന ഒരു തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഈ 1-2 തീയതികൾ അദ്ദേഹം നേരത്തെ തന്നെ, അതായത് ശശി തരൂർ നേരത്തെ തന്നെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാവശ്യമായ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് ഏറ്റിട്ടുണ്ട്. അതിനാൽ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന ഒരു പ്രതികരണം കൂടി നടത്തി. പക്ഷേ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സർക്കാരിന് വികസന നിലപാടുകളിലും ഇത്തരം പരിപാടികളിലും വലിയ ഒരു അഭിനന്ദനം നൽകുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ശശി തരൂർ MP പ്രതികരിച്ചിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഈ സ്റ്റാർട്ടപ്പിന് ക്ഷണിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിന് ചില രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു വിശ്വപൗര വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ ശശി തരൂരിനുള്ളത്. അങ്ങനെയുള്ള ശശി തരൂർ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ സംബന്ധിച്ച് ബോധ്യമായ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷത്തെ സംബന്ധിച്ച്, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തെ സംബന്ധിച്ച് ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ തുറന്നെഴുതി. അതിൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു, ഒരു വിഭാഗത്തിൻ്റെ മാത്രം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് തൊഴിലില്ലായ്മയ്ക്കെതിരെ അത്തരത്തിൽ പോരാടുന്ന ഒരു യുവത എന്ന നിലയിൽ, ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ ഡിവൈഎഫ്ഐ ശശി തരൂരിനെ സ്വീകരിക്കാനായി എത്തുന്നത്. അപ്പോൾ ആ ക്ഷണത്തെ സംബന്ധിച്ച് ശശി തരൂർ പ്രതികരിച്ചതായി എന്തൊക്കെ കാര്യങ്ങളാണ് റഹീം വ്യക്തമാക്കിയത്? അജിംഷാദ്, നേരത്തെയും കോൺഗ്രസിൻ്റെ ചില നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുകളാണ് ശശി തരൂർ നേരത്തെയും എടുത്തിട്ടുള്ള. വിവിധ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള നിലപാടുകൾ നേരത്തെയും എടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു വിവാദമായ ഒരു പരാമർശം എന്ന രീതിയിൽ കോൺഗ്രസ് ഈ ഒരു ശശി തരൂരിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിവാദം സൃഷ്ടിക്കുന്ന ഒരു നടപടിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവണത പ്രത്യേകിച്ചും സംസ്ഥാന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ തൻ്റെ പ്രതികരണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു, തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ശശി തരൂർ നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെയുമായും അതോടൊപ്പം രാഹുൽ ഗാന്ധിയുമായൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട സമവായ ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇതിലും തൻ്റെ സംസ്ഥാന ഘടകത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പും അതോടൊപ്പം ഈ പ്രവർത്തക സമിതി അംഗമായിട്ട് പോലും ഇത്തരത്തിലൊരു തനിക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്ന തരത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെയും ശശി തരൂർ വ്യക്തമാക്കിയതാണ്. എന്തായാലും ഇപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യത്തിലും അതോടൊപ്പം യുവത്വം നേരിടുന്ന അല്ലെങ്കിൽ തൊഴിലാളികൾ നേരിടുന്ന 25 വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെയുമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സ്റ്റാർട്ടപ്പും അതോടൊപ്പം വിവിധ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മാർച്ച് 1-2 തീയതികളിലായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത്. ഈ പരിപാടിക്ക് ഒരു ക്ഷണം നടത്താൻ വേണ്ടിയാണ് നേരത്തെ റഹീം MP എത്തിയത്. എന്തായാലും ഇത്
സ്വീകാര്യമാണ്, അല്ലെങ്കിൽ ഇത് അഭിനന്ദനാർഹമാണ് എന്ന ഒരു പ്രതികരണമാണ് ശശി തരൂരിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം നോക്കിയുള്ള ഒരു നിലപാടല്ല ശശി തരൂരിൻ്റേത്. അതോടൊപ്പം തരൂരിൻ്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അജിംഷാദ്. ശരി, റഷീദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.